ഹായ് ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ പറയാനാണ് കേട്ടോ. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ കുറച്ച് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. പിന്നെയുള്ളത്, നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നും രാവിലെ 10 മണിക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഇന്നത്തെ ക്യാമറാമാൻ മനുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മനുവിനോട് ഒന്ന് വീഡിയോ എടുത്തു തരുമോ എന്ന് ചോദിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ അവൻ എനിക്ക് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് തരികയാണ്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോരുന്നതായതുകൊണ്ട് അപ്പൂസിനെ എടുത്തിട്ടും ഒന്നുമില്ല കേട്ടോ. മനുവിൻ്റെ അടുത്താണ് അപ്പൂസ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വീഡിയോ എടുക്കുന്ന ആ ഒരു ടൈമിൽ അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ അടയ്ക്കാപ്പഴത്തിൻ്റെ ഇലയില്ലേ, അത് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പേരക്കയുടെ ഇലയില്ലേ, അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ താഴത്താണ് പേരയിലയുടെ മരം ഉള്ളത്. അപ്പോൾ അതങ്ങോട്ട് ചാഞ്ഞിട്ട് അപ്പുറത്തെ തൊടിക്കായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ 5-6 ഇല പൊട്ടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമേ. ഇത്രയും ഇലയാണ് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഞാൻ എന്താ ചെയ്യണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിതേ പേരയുടെ ഇല ഉണ്ടല്ലോ, അടയ്ക്കാപ്പഴത്തിൻ്റെ ഇല, ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെറുതെ ഒന്നിങ്ങനെ പിച്ചി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പിച്ചി കൊടുക്കുക കേട്ടോ. കുറേ ഒന്നും വേണ്ട, ചെറുതായിട്ട് 1-2 പ്രാവശ്യമായിട്ട് പിച്ചി കൊടുത്താൽ മതി. ഇതേ കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് പിച്ചി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇട്ടിട്ട് തിളപ്പിക്കണം എന്നൊന്നുമില്ല, ഇത് ചൂടുവെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളമാണ്. കുറച്ചൊന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇതൊന്ന് ഒഴിച്ചു വയ്ക്കുക അതിൽ. ഇനി ഇത് അടച്ചു വയ്ക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ആവട്ടെ. ഇനി ഇത് നിറം മാറി വരും, ഈ വെള്ളമൊക്കെ ഒന്ന് നിറം മാറി വരും. ആ ഒരു ടൈമിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ മുടീൻ്റെ കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ പറയാം, ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. അതുപോലെ ഞാനൊന്നും ചെയ്യുന്നില്ല, ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യം മെഡിസിൻസും കാര്യങ്ങളുമാണ് എടുക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് മെഡിസിൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് കാൽസ്യത്തിൻ്റെ പൊടിയാണ്. ആ പൊടി ആഴ്ചയിൽ ഒരു ദിവസം പാലിൽ കലക്കി കുടിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ വെള്ളത്തിൽ. അതുപോലെ പിന്നെ ഉള്ളത് ബയോട്ടിനാണ് കേട്ടോ. ബയോട്ടിന് മുടി വളർച്ചയ്ക്കുള്ളതാണ്. അപ്പം അത് കഴിക്കാൻ തന്നിട്ടുണ്ട്. അതുപോലെ വേറൊരു ഗുളികയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതെന്താന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരേ. പിന്നെ ഉള്ളത് വൈറ്റമിൻ്റെ ഒരു ഗുളികയാണ് കേട്ടോ. അത് വൈറ്റമിൻ ഇ ആണോ എന്നുള്ളത് അതിൽ കാണുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ അത് കളറ് പച്ചയല്ല, ഞാൻ കാണിച്ചുതരാം. വൈറ്റമിൻ ഇ ആണ് പച്ച, ഇത് പച്ചയല്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, കാപ്പി കളറാണ് കേട്ടോ. കാപ്പി കളർ കാണുന്നുണ്ടോ? ഇതാ ഈ കളറാണ് കേട്ടോ, കാപ്പി കളറാണ്. ഈ ഒരു ഗുളികയാണുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് തന്നെ ഞാൻ കറക്റ്റായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു. അപ്പോഴേക്കും അത് അപ്പം അങ്ങനെ ആ 3 ഗുളികയാണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് നമ്മൾ മെഡിസിനിൽ ഉള്ളതല്ല കേട്ടോ. ഇത് മുടി വളരാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് സംഭവം. മിന്റ് ടോപ്പിൻ്റെ ഹെയർ റീസ്റ്റോർ ഫോർമുലയാണ് കേട്ടത്. അപ്പം ഇത് ഞാൻ ഒരു പ്രാവശ്യം പൊട്ടിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്താണ്
നമ്മളൊരു ചലഞ്ച് പോലെയാണല്ലോ അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചലഞ്ച് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അപ്പം അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ കണ്ടോ ഒരു വിസിറ്റിംഗ് കാർഡ് കൺസൾട്ടൻറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ, കണ്ടില്ലേ, ഡെർമറ്റോളജിസ്റ്റിന്. ഓക്കെ, പിന്നെ ഇതിനുള്ളിലുള്ള സംഭവങ്ങളാണ് ഇതേ, കണ്ടില്ലേ, സ്പ്രേ ചെയ്യാനുള്ളതാണ്. കണ്ടോ, സ്പ്രേ ചെയ്യാനുള്ള സംഭവം. ഡപ്പൂസ് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഫില്ലറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം എന്നോട് ഫില്ലർ യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2 ഡ്രോപ്പ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഉരച്ച് തേക്കാനൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ചീർപ്പില്ലേ, ആ ചീർപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചീകി കൊടുക്കുക, അത്രേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണത്. പിന്നെ അത് സ്പ്രേ ചെയ്യാനുള്ളതും. പിന്നെ ഇതാണ് മരുന്ന് കേട്ടോ, കണ്ടല്ലേ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ആദ്യം മരുന്ന് കുടിച്ചിട്ട് ഒരാഴ്ച, കറക്റ്റ് ഒരാഴ്ച, ഇപ്പോൾ 2 ദിവസമായി ഞാൻ മെഡിസിൻ എടുക്കുന്നു. അപ്പോൾ ഇനി 5 ദിവസം കൂടെ ഉണ്ട്. 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസം തൊട്ട് ഞാനിത് യൂസ് ചെയ്യും കേട്ടോ. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യണത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം. കണ്ടില്ലേ. ഇനി ഇത് തേച്ചിട്ട് നമ്മളെ മുടിക്ക് ഉണ്ടാവണ മാറ്റം, ഇത് തേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട്. അതുപോലെ വെള്ളം കുടിക്കണത്, ഞാൻ ഇത്രയും കാലം വെള്ളം കുടിക്കാറുണ്ടായിരുന്നു, അളവ് വെച്ചൊന്നും കുടിച്ചിട്ടില്ല. ഇനി അളവ് വെച്ച് കുടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പേരയിലയുടെ കാര്യം, അത് ഞാൻ ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ. പേരയിലയിൽ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പം ആ വെള്ളം കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പേരയിലയും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. വാക്കുമെൻ പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം. ആക്കുമെന്നിൽ നിന്നുപദ്രവം വരാതിരിക്കണം. ൂണിലും മുറക്കിലും ഇരിപ്പിലും നടപ്പിലും കാണണം ഭവാനെ ഞാൻ സദാ വിനിദ്രയെങ്കിലും. രാമ 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 പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. പിന്നെ ദേ നമ്മുടെ പേരയിൽ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം കണ്ടില്ലേ, ഇത് ഇപ്പം തന്നെ കാണിച്ചതുകൊണ്ടാണ് കേട്ടോ. കുറച്ചും കൂടെ കളർ മാറ്റം വരും. ഇതിങ്ങനെ ഇപ്പം തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ടേസ്റ്റും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ചിക്കൻ കടായി കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, പൊറോട്ടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു, ബൈ.